പ്രശാന്ത്, ഈ വളരെ അപകടകാരിയായ ഒരു സംഭവമാണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ഇതാര് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയാം. UP ഒക്കെ പലപ്പോഴും ഇതിൻ്റെ ഒരു ഇടമാക്കി മാറ്റാറുമുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലെ ഈ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുതയും മറ്റുമാണ് ഇത്തരത്തിലൊരു മതപരിവർത്തനത്തിലേക്ക് ചില ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, അല്ലേ? UP ഇപ്പോൾ 2 കേരളീയരായെന്ന് തോന്നുന്നു, 2 പാസ്റ്റർമാരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ജോസ് പാപ്പച്ചൻ, അവരുടെ ഭാര്യ ശ്രീജ പാപ്പച്ചൻ. അപ്പം മലയാളികളാണ്. പിന്നെ അവരല്ലേ ഇവിടുന്ന് തന്നെ കാപ്പൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ. അപ്പോൾ അത് അന്നല്ല PFIയുടെ മൊത്തം ഡീറ്റെയിൽസും യോഗി പിടിച്ചു വെച്ച് അങ്ങ് എടുത്തായിരുന്നല്ലോ. നോക്കിയപ്പോഴല്ലയോ ഇവിടുത്തെ ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു. പത്രക്കാരെല്ലാം കൂടെ ഫ്രീ ആയിട്ടില്ലായിരുന്നു പുള്ളിക്ക് കപിൽ സിബിൽ വാദം നടത്തി. ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് വാദം നടത്തുന്നു. അത്രത്തിൽ മനുഷ്യാവകാശ ലംഘനമാണ്. നോക്കിയപ്പോൾ അയാളാണ് ഏറ്റവും ഈ PFIയുടെ ഏറ്റവും വലിയ പ്രൊമോട്ടർ. അല്ലെങ്കിൽ നിരോധിച്ചപ്പോഴും ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യം. അതൊക്കെ മാറി. കപിൽ സിബിൽ ഫ്രീ ആയിട്ടെന്ന് പറയുന്ന അപ്പുറത്ത് 100 കോടി രൂപ കിട്ടുന്നുണ്ടാ, പ്രത്യക്ഷത്തിലില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പം ഇതിനകത്ത് വലിയ ഒരു വീരേന്ദ്രകുമാർ എന്ന വ്യക്തി, കൗശാബി എന്ന് പറയുന്ന സ്ഥലം UPയിൽ, മനസ്സിലായില്ലേ? പുള്ളിക്ക് കഴുത്ത് വേദനയുടെ വിഷയമുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ കൂടുതലായിട്ട് ഈ ന്യൂറോ സർജന്മാരെയും അല്ലെങ്കിൽ ആശുപത്രികളിലും ഒക്കെ അതിനുവേണ്ടി പോവുകയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സാമ്പത്തികം കുറവുള്ളതുകൊണ്ട് ഒക്കുന്നിടത്തൊക്കെ പോകുന്നു. അപ്പം ഇദ്ദേഹത്തെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് എങ്ങോ ആശുപത്രി വെച്ച് ശങ്കർലാൽ ഷൗലാഷിയ എന്ന് പറയുന്ന പാസ്റ്റർ കാണുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെ ഞാനൊരു ആശുപത്രിയിൽ എത്തിക്കാം, അത് വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജലന്ധറിലെ ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇയാളെയും ഇയാളുടെ ഭാര്യയും കൂടെ മെയ് 2024 ചർച്ചിലെത്തിക്കുന്നു. ഈ ബന്ദിക്കോസുകാരുടെ ചർച്ചിലെത്തിക്കുന്നു. അവിടെ വെച്ച് ബലമായിട്ട് മതപരിവർത്തനം നടത്തിയതിന് ശേഷം 1000 രൂപ കൊടുത്തിട്ട് പറയുന്നു, എല്ലാ മാസവും നിങ്ങൾക്ക് 1000 രൂപ വീതം വരും, നിങ്ങളുടെ അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള സഹായങ്ങളൊക്കെ വരും, നിങ്ങൾ വീട്ടിൽ പൊക്കോ, നിങ്ങളുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വരുമെന്ന്. അപ്പോൾ ബലാത്കാരമായിട്ട് നടത്തിയതാണ്. പക്ഷേ ഇത് ഈ 5 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ പുള്ളിക്ക് ഒരു ഒതുക്കം വന്നു. ഒരു 3-4 മാസമായി കഴിഞ്ഞപ്പോഴത്തേന് ഈ 5 ലക്ഷം രൂപ വരാത്തപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഈ പാസ്റ്ററെ തിരക്കി ഈ മതപരിവർത്തനം നടത്തിയ പള്ളിയിൽ ചെന്നപ്പോൾ ആവശ്യം പോലെ ഇടിയും കിട്ടി, ഭാര്യയെ ബലാത്സംഗം ചെയ്തു. മനസ്സിലായില്ലേ? അത് തിരിച്ചു വന്നു. അവിടെ മതപരിവർത്തന നിരോധന നിയമം UPയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു, പോലീസ് അന്വേഷിച്ചു, SP എന്ന് DE റാങ്കിൽ പൊക്കി അകത്ത് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനിപ്പം അതിൻ്റെ വിധി, എനിക്ക് തോന്നുന്ന വിധിയും ഇപ്പോൾ പെട്ടെന്നാണല്ലോ വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഭയങ്കര കരച്ചിലാണ്. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ 2024 ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ അധിനിവേശം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻ അധിനിവേശത്തെ അല്ലെങ്കിൽ മുസ്ലിം അധിനിവേശത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. ക്രിസ്ത്യൻ അധിനിവേശം ഇവിടുത്തെ കാത്തോലിക് ക്രിസ്ത്യാനികളുടെ കാര്യമല്ല പറയുന്നത്, മര്യാദയ്ക്കുള്ള ക്രിസ്ത്യാനികളുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പോഴും പെന്തിക്കോസുകാരൻ പാസ്റ്റർ ദൈവത്തിൻ്റെ ആളാണ്, ശുശ്രൂഷ നടത്തുന്ന ആളാണ്, സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ചെന്ന് കാര്യം തിരക്കാൻ ഇപ്പം ഭർത്താവിന് അടിയും കൊടുത്ത് ഭാര്യയെ ബലാത്സംഗം ചെയ്തവനാ യേശുവിൻ്റെ അടുത്താളാന്ന് പറയുന്നത്. അവനെ പറ്റിയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് മതവികാരമൊക്കെ ഉണ്ടായിട്ട് ചില പള്ളിയിലച്ചന്മാർ തന്നെ മറുപടി പറയാൻ വരുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിയല്ല പറയുന്നത്, യേശുവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവനെ അല്ല പറയുന്നത്. ഇതുപോലെ യേശുവിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വല്ലവൻ്റെയും കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ച് സ്വന്തം രാജ്യത്ത് ചില താല്പര്യങ്ങൾ നടപ്പാക്കി, അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനോ പീഡിപ്പിക്കാനോ ഒക്കെ നടക്കുന്ന ക്രിസ്ത്യാനിയാണെന്ന് വ്യാജേന നിൽക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നവൻ്റെ കാര്യമാണ് നമ്മളീ പറയുന്നത്. ഇപ്പോൾ 2024 നമ്മുടെ ഈ പഞ്ചാബിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോഴേതാണ്ട് 3,50,000 പേരെ മതം മാറ്റിക്കഴിഞ്ഞു ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്. ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ ഉൾപ്പെടെയുള്ള അടുത്ത് വളരെ കാലം മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, ഇത് അമേരിക്കയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആൾക്കാരുടെ ഭാഗമാണ്. അവരാണിപ്പോൾ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അറിയാമോ? ഇപ്പം 2024 ആന്ധ്രാപ്രദേശിൽ അറിയാമല്ലോ, ഭരണം മാറിയപ്പോഴാണല്ലോ
തിരുപ്പതിയിലെ ലഡുവിനകത്ത് മൃഗക്കൊഴുപ്പ് കയറ്റുകയും അല്ലെങ്കിൽ അതിൻ്റെ അമ്പല കമ്മിറ്റിയിലെ ബാക്കി ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ ആൾക്കാരെ കയറ്റി അമ്പല കമ്മിറ്റിയിൽ വെക്കുകയും ഒക്കെ ചെയ്തു. ലഡുവിനകത്ത് മൃഗക്കൊഴുപ്പ് കണ്ടുപിടിച്ചു. ഇപ്പോൾ അവിടെ വലിയ പ്രക്ഷോഭം അതിനകത്ത് അന്വേഷണമൊക്കെ നടത്തി. അതുപോലെ തിരുപ്പതി അമ്പലത്തിൻ്റെ മൊത്തം ഭാഗങ്ങൾ അമ്പലത്തിനകത്ത് വരെ ബന്ദിക്കോസുകാർക്ക് കയറി താമസിക്കാനും അവരുടെ ആധിപത്യം സ്ഥാപിക്കാനും അവരുടെ പ്രാർത്ഥനാലയങ്ങൾക്കും വേണ്ടിയുള്ള സംവിധാനം അന്നത്തെ ഈ പറയുന്ന മുഖ്യമന്ത്രി, അയാളുടെ പേര് YSRൻ്റെ അയാൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ഇയാൾ പുറത്തായി. ഇപ്പം ഈ BJPയുടെ നേതൃത്വമുള്ള ഇതാണല്ലോ വന്നത്. അപ്പോൾ ഒരു ദിവസം 3000 പേരെ വീതം മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണക്ക് വന്ന 2000 കണക്ക് വന്ന 3000 ഹിന്ദുക്കളെ വീതം മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തനം മുന്നിൽ കണ്ടുകൊണ്ട് യോഗി അവിടെ ഇതിനു വേണ്ടി കൃത്യമായ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മതപരിവർത്തന തടവന് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്നിട്ട് വീണ്ടും മതപരിവർത്തനം നടത്തും. മതപരിവർത്തനം നടത്തുന്നതല്ല, ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ചാപ്പാട് തരാം, മാർഗ്ഗമില്ലാത്തവന് ഭക്ഷണം തരാം, അവന് ഈ പറയുന്ന പോലെ 1000 രൂപ വെച്ച് മാസം തരാം, അല്ലെങ്കിൽ നിനക്ക് വീട് വയ്ക്കാൻ 5 ലക്ഷം രൂപ, ഇയാളെ വീട് വയ്ക്കാൻ 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞ പുള്ളി ഈ മതപരിവർത്തനമൊക്കെ അങ്ങ് ഒതുക്കി വെച്ച് കൃത്യമായിട്ട് അവിടെ വന്നുകൊണ്ടിരുന്നപ്പോഴേ കിട്ടാതെ വന്നപ്പോൾ തിരക്കി ചെന്നപ്പോഴാണ് പുള്ളിക്ക് കിട്ടേണ്ടത് കിട്ടിയത്. അപ്പോഴാണ് വന്ന് പരാതി കൊടുത്തു. എന്തായാലും അവിടെ അറിയാമല്ലോ, UP-ലെ കാര്യം ഇതുപോലെ ന്യായമില്ലാത്ത കാര്യത്തിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. പിടിച്ച് അകത്ത് വെച്ചു പകത്തു. അതിനിപ്പോൾ മീഡിയ കണ്ണുകാരൻ കരയുക, അയ്യോ പാസ്റ്റർ ദമ്പതികളെ അകത്ത്. ഇപ്പോഴത്തെ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇന്നലെ കാസ മറുപടി പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ ദമ്പതിമാരെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ആ സംസ്ഥാനത്തൊരു നിയമമുണ്ടല്ലോ, ആ നിയമത്തിന് വിരുദ്ധമായിട്ട് നിന്നുകൊണ്ട് അവരകത്ത് പോയത്. അതിനകത്ത് ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഭാഗമായിട്ടും യേശുവിൻ്റെ ഭാഗമായിട്ടും ആരെങ്കിലും അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നിട്ട് അതിൻ്റെ ആ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ക്രിസ്തുവിനെയാണ് ഞങ്ങൾക്ക് അംഗീകരിക്കുന്നത്. അല്ല നിങ്ങളുടെ കൂട്ട് ഈ പറയുന്ന പോലെ ഒരു രാജ്യത്ത് നിൽക്കുകയും ആ രാജ്യത്തിന് വിരുദ്ധമായിട്ട് പറയുകയും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ വരികയും ഈ മത നിയമങ്ങൾ മാത്രം പാലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ല. ഈ മീഡിയാവെന്നത് പറയുന്നുണ്ട് അവർക്ക് അജണ്ടയുണ്ടല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. അതെ അജണ്ടയുണ്ട്. അത് പിന്നെ കൃത്യമായ അജണ്ടയുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ ഈ മീഡിയ ഉണ്ടെന്ന് പറയാൻ എന്തോ കാര്യം? ഇവൻ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞവനാണ് ഈ പറയുന്ന നമുക്ക് തൊട്ടടുത്ത ബംഗ്ലാദേശിലെ ഈ പറയുന്ന ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ഹിന്ദുക്കളെ ഇല്ല എന്ന് തീരുമാനിക്കുന്നത്. ലോകം മൊത്തമുള്ള ഹിന്ദു കൂട്ടക്കൊലയിലും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്തോ ലോകം മൊത്തവും മുസ്ലിം രാജ്യമാവണം, അതാണ് അവരുടെ തത്വം. ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇവിടെ പറയുന്നത്. അയ്യോ പാസ്റ്റർ അകത്ത് പോയല്ലോ, പാസ്റ്റർ അകത്ത് പോയിട്ട് ഇവിടെ ഭയങ്കര മത ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഭരിക്കുന്നത്, അല്ലെങ്കിൽ UP-യിൽ ഭരിക്കുന്നത്. അതിനാരും കാണുന്നില്ലല്ലോ, ആരും വർത്താനം പറയുന്നില്ലല്ലോ, അതിന് ന്യായമോ അന്യായമോ ആരും തിരയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പോഴാണ് ഈ കാസ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഇപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും. ന്യായം അവിടുത്തെ ചെന്നാൽ ഈ പറയുന്ന പോലെ യേശു കാര്യമൊന്നുമില്ല, സമാധാനം അവൻ്റെ സമാധാനത്തിൽ വർത്താനം പറയും. ഇച്ചിരി മോശമായിട്ട് സമാധാനക്കേടായിട്ട് വർത്താനം പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളെങ്കിൽ ആ രീതിയിൽ വർത്താനം പറയുന്ന ഒരു സംഘടന ഈ കാസ. അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, യേശുവിൻ്റെ കാര്യം ക്രിസ്ത്യാനിയുടെ കാര്യമൊക്കെ നോക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. അത് മാത്രമല്ല ഒരു ഇന്ത്യ മഹാരാജ്യത്താണ് ഭരിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് പല നിയമങ്ങളും ഉണ്ട്, മനസ്സിലായില്ലേ? ആ നിയമത്തിന് അപ്പുറം പോയാൽ പള്ളിയിലച്ചനായാലും ചിലപ്പോൾ പാസ്റ്റർ ആയാലും ഒക്കെ അകത്തു പോകും. അതിനൊന്നും യേശുവിൻ്റെ കെയർ ഓഫ് ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിലൊന്നും കരയണ്ട, മീഡിയ മണ്ണിനും തീരെയും കരയണ്ട. ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഇനി അവൻ അകത്ത് പോയിട്ടുള്ളവൻ അവന് മേളിലോട്ട് കോടതി ഉണ്ടല്ലോ, ആ കോടതിയിൽ പോയി ഇയാൾ നിരപരാധിയെങ്കിൽ നിരപരാധിത്വം തെളിയിച്ചിട്ട് വെളി വരട്ടെ. അപ്പോൾ അത്തരത്തിൽ അന്നേരം കാര്യങ്ങൾ ആലോചിച്ചാലോ. അതുകൊണ്ട് ഇതിൻ്റെ കെയർ ഓഫിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയെ അങ്ങ് കുഴപ്പക്കാരാക്കി നിങ്ങളുടെ ഭാഗമാക്കിക്കോളാം. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമേ അല്ല, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാണ്. ഇത് അവർ പറഞ്ഞ കാര്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാണ്, രാജ്യവിരുദ്ധ ശക്തിയാണ് ആൾ, മറ്റ് ആരെയും അംഗീകരിക്കാതെ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ലോകം സ്വപ്നം കണ്ട് അതിന് വേണ്ട കോപ്പുകൾ കൂട്ടുന്ന, അതിനവസരം നോക്കിയിരിക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ ഇടപെടേണ്ട. യോഗി തീരുമാനിച്ച യോഗി നടപ്പാക്കട്ടെ, അത് ഇന്ത്യയിലെ നിയമമാണ്. ആ നിയമം അംഗീകരിച്ചിട്ടുള്ള ദൈവവിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് കാസ പറഞ്ഞിരിക്കുന്നത്.